നിർണായകമായ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലേക്കാണ് തമിഴ്നാട് ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നത്. ശശികലയെ അനുകൂലിച്ച് രാഷ്ട്രീയ പ്രമേയം പാസാക്കാൻ തീരുമാനമുണ്ട് എന്ന വാർത്തകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും 40 MLA-മാരെങ്കിലും പനീർസെൽവത്തിന് ഒപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ 40 MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ കേട്ടിരുന്നത്. എന്നാൽ 22 MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 235 അംഗ നിയമസഭയിൽ 135 അംഗങ്ങൾ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് 135 ആണ് വേണ്ടത്. നിലവിലെ കക്ഷിനില AIADMK 134 ആണ്, DMK 89 ആണ്, കോൺഗ്രസ് 8-ഉം മുസ്ലിം ലീഗിന് 1 MLA-യുമാണ് ഉള്ളത്. കോൺഗ്രസും ഒപ്പം DMK-യും, അതായത് കോൺഗ്രസും DMK-യും ഇദ്ദേഹത്തിനൊപ്പം നിൽക്കും, പനീർസെൽവത്തെ പിന്തുണയ്ക്കും എന്ന വാർത്തകൾ കൂടി ലഭിക്കുന്നുണ്ട്. അയോഗ്യതയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. 90 MLA-മാരുണ്ടെങ്കിൽ അതിന്റെ നിയമസാധുതയെ, സാങ്കേതികതയെ മറികടക്കാനാവും എന്നുള്ളതും ശ്രദ്ധേയമാണ്. റെജി ലൂക്കോസ്, എന്താണ് തോന്നുന്നത് ഈ ഘട്ടത്തിൽ താങ്കൾക്ക്? തീർച്ചയായിട്ടും നിരീക്ഷണം കൃത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. അതായത് DMK-യുടെ ഒരു ശക്തമായ പിന്തുണ വാഗ്ദാനം ലഭിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നലെ പനീർസെൽവം വൈകുന്നേരം പെട്ടെന്ന് ധീരനായെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ 22 MLA-മാർ ഒരു കണക്ക് വെളി വന്നിട്ടുണ്ട്. ആ 22 MLA-മാർ പനീർസെൽവത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ശശികലയ്ക്ക് അവിടെ മന്ത്രിസഭ ഫോം ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തോട് പറയാം. ജയലളിതയുടെ ജനപ്രതി വളരെയധികം കുറഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ നമ്മൾ ഫേസ് ചെയ്തത്. അതായത് 3-2 ഭൂരിപക്ഷത്തോടുകൂടി അവർ ഇതിന് തൊട്ട് മുമ്പ് ഉള്ള ഇലക്ഷനിൽ വിജയിച്ചു വന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ, അതായത് ഈ 8 മാസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പിൽ അവരുടെ ജനസമ്മതി വളരെയധികം കുറഞ്ഞു. അവിടെ DMK കേവലം 18 MLA-മാരിൽ നിന്നും അവർ 85ഓളം MLA-മാരെ സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് അവിടെ അവിടെ നിയമസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അത് വളരെ വ്യക്തമാണത്. അപ്പോൾ ആ സ്ഥിതിക്ക് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പനീർസെൽവത്തിനെ പോലെയുള്ള ഇപ്പോൾ പൊടുന്നനെ ജനപ്രീതി ആർജിക്കുകയും ജയലളിതയുടെ കൃത്യമായ രീതിയിലുള്ള ഒരു ദാസനായി, ഒരു അച്ചടക്കമുള്ള വിധേയനമായി പ്രവർത്തിച്ചു എന്ന് തമിഴ് ജനത വിശ്വസിക്കുന്ന പനീർസെൽവം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ തൻ്റെ ഇടം ശശികലയുടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയെ മുടക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരാണ് ഈ ശശികല? അത് നമ്മുടെ പ്രേക്ഷകർ തിരിച്ചറിയണം. അതായത് 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലെയല്ല, ഞാൻ മനസ്സിലാക്കുന്നതാണ്, അവർ 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നടത്തിയ സ്ത്രീയാണ്. തഞ്ചാവൂരിനടുത്ത ഒരു ഗ്രാമത്തിലൊരു വീഡിയോ കടയുമായിട്ട് തൻ്റെ ജീവിതം തുടങ്ങുകയും അതിനുശേഷം ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചെന്നൈയിൽ വന്ന് MGR-ന്റെ വീട്ടുവേലക്കാരിയായി, MGR ഈ ജയലളിതയുടെ പെട്ടി ചുമക്കാനായിട്ടൊരു തോഴിയായി പറഞ്ഞയച്ച ആളാണ് ശശികല. അന്നു മുതലേ ജയലളിതയുടെ പിന്നാമ്പുറത്ത് കൂടിക്കൊണ്ട് മനുഷ്യ സമൂഹം കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് പല മാധ്യമങ്ങളും അവർ തമ്മിലുള്ളതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊരുവാട്ടെ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് മെയിൽ കഥാപാത്രമായിട്ട് കട്ടന് മുന്നിൽ പ്രവർത്തിച്ച ഈ ശശികലയെ സാക്ഷാൽ ജയലളിത പേസ് ഗാർഡിൽ നിന്ന് 2 പ്രാവശ്യം അടിച്ചു പുറത്താക്കിയതാണ്. 2ാമത്തെ പ്രാവശ്യം അവരെ പുറത്താക്കിയപ്പോൾ അവർ തിരിച്ചു വന്ന് കാല് പിടിച്ചിട്ട് ഇനി രാഷ്ട്രീയത്തിൽ ചരട് വലിക്കില്ല എന്ന്, താനൊരു ജോലിക്കാരിയായി മാത്രം നിന്നോളാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഈ 2012 അവർ തിരിച്ചു വരുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാം. അവരുടെ സഹോദരപുത്രനെ അന്നത്തെ കാലത്ത് 6 കോടി രൂപ മുടക്കി ദത്തുപുത്രനായ ആ സഹോദരപുത്രനെ ജയലളിത ഒരു വിവാഹ മാമാങ്കം നടത്തിയത് ജയലളിതയ്ക്ക് തമിഴ് ജനതയുടെ അടുത്ത് തന്നെ വളരെ അവമതിപ്പുണ്ടാക്കി. അപ്പൊ ആ രീതിയിലുള്ള ചരിത്ര പശ്ചാത്തലമുള്ള ശശികലയെ പോലെ ഒരു സ്ത്രീ ജനാധിപത്യത്തിൽ ആർക്കും എവിടെ എത്താന്നുള്ള തൊടുന്യായമൊന്നും ഇവരുടെ കാര്യത്തിൽ ന്യായമല്ല. ഇവർ ഈ രീതിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനുള്ള കുൽസിത ശ്രമങ്ങളെ തമിഴ്നാട്ടിലെ ജനത ഇത് അവിടെ ചെറുത്തിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ. തമിഴ്നാട്ടിലെ MLA-മാർ, AIADMK-യുടെ MLA-മാരിൽ ജയലളിത ശശികലയുടെ ഭീഷണിക്കും പണത്തിനും വഴങ്ങിക്കൊണ്ട് ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ അവരുടെ കൂടെ നിന്നാൽ പോലും തമിഴ്നാട് ഏറ്റവും സമീപഭാവിയിൽ ബുദ്ധിമാനായ സ്റ്റാലിന്റെ പിന്നാമ്പുറത്തെ സ്റ്റിയറിംഗോടുകൂടി അവിടെ ഒരു പ്രസിഡന്റ് ഭരണത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമാണ്. അവിടെ നാളെ, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ, നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ DMK ജയിക്കും. ജയലളിതയെ സംബന്ധിച്ചോളം ജയലളിത ഇല്ലാത്ത ഒരു AIADMK തമിഴ്നാടിനെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇനി വരാൻ പോകുന്നത് തമിഴ് ജനതയുടെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന DMK ശക്തമായ ഒരു പിന്തുണ പുറത്തുനിന്ന് നൽകിക്കൊണ്ട് പനീർസെൽവം മുഖ്യമന്ത്രിയെ തുടരാനുള്ള സാധ്യതകൾ വിദൂരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ BJP-യെ കുറിച്ചൊരു വാക്ക് പറയാൻ നമ്മുടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. BJP കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ജയലളിത ഹോസ്പിറ്റലൈസ് ആയ സമയം മുതൽ ശ്രമിക്കുന്നതാണ്. അവിടെ അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്താനുള്ള ശ്രമം നടന്നു. എന്നാൽ ശശികല ഈ പറയുന്ന നടരാജനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പനീർസെൽവത്തിന് പകരം അവിടെ വാഴിക്കാനുള്ള ശ്രമം പനീർസെൽവം ഉൾപ്പെടെ, അല്ലെങ്കിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയാണ് അതന്ന് തകർത്ത് കളഞ്ഞത്. അതിൻ്റെ ഒരു തെളിവ് അടുത്ത സമയത്തുണ്ടായി. ഈ നടരാജൻ ജല്ലിക്കെട്ടിന്റെ സമയത്ത് ഒരു
ജല്ലിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ച് വാദക്കൽ കാത്തു വന്നിട്ട് പ്രധാനമന്ത്രി ആ മനുഷ്യനെ കാണാൻ പിന്നെ കൂട്ടാക്കിയില്ല. അദ്ദേഹം ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറുടെയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശശികലയോട് പിന്നാമ്പുറത്തെ നാടകക്കാരോടും കച്ചവടക്കാരോടും ഈ പറയുന്ന BJPക്ക് താല്പര്യമില്ല. അതിന്റെ കാരണം ശശികലയുടെ ഒരു കൊലയിലൂടെ ഒരു രാഷ്ട്രീയം കളിച്ചാൽ അവർക്ക് കാര്യമായ ഒരു നേട്ടവും തമിഴ്നാട്ടിൽ ഉണ്ടാകിയെന്നുള്ള ബുദ്ധിപൂർവമായ ഒരു സമീപനമാണ് അവരെടുത്തത്. പക്ഷേ BJPയെ സംബന്ധിച്ചോളം യാതൊരു കാരണവശാലും ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് യോജിക്കുവാനുള്ള സാധ്യതകൾ വിദൂരമാണ്. ഒരു നിരീശ്വരവാദ പശ്ചാത്തലത്തിലുള്ള ദൈവവിശ്വാസനെ പോലും വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള ദ്രാവിഡ കക്ഷികൾ ഒരു കാരണവശാലും BJPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് യോജിക്കത്തില്ല. തന്നെയുമല്ല ആ നമ്മുടെ കരുണാനിധിയുടെ മകളും പിന്നെ പിന്നെ നമ്മുടെ അവരുടെ തന്നെ മുൻ രാജയും ഉൾപ്പെടുന്ന 2G സ്പെക്ട്രത്തിലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ലോക്സഭയിൽ ഉന്നയിക്കുകയും അന്ന് ഇന്ത്യ ഉടനീളം പ്രക്ഷോഭണം നടത്തുകയും അവരുടെ കരുണാനിധിയുടെ മകളെയും കനിമൊഴിയെയും രാജയെയും 1.5-2 വർഷക്കാലത്തോളം തീഹാർ ജയിലിൽ അടപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് BJPയാണ്. ആ BJPയെ സംബന്ധിച്ചോളം DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമായിട്ടുള്ള യോജിച്ചുകൊണ്ട് പിന്നെ പന്നീർസെൽവത്തിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അപ്പോൾ DMK ഇവിടെ ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് പന്നീർസെൽവത്തിന് മാത്രം നേരിട്ട് പിന്തുണ കൊടുത്തുകൊണ്ട് കുറെ നാൾ പന്നീർസെൽവത്തിനെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കുകയും കൃത്യമായ ഒരു സമയത്ത് ആ പിന്തുണ പിൻവലിച്ചുകൊണ്ട് സമീപത്തെ കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ പ്രസിഡന്റ് ഭരണത്തിലേക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്കോ പിന്നെ അടുക്കാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ളതിൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്ന ഇതേ ഉള്ളൂ. പിന്നെ തമ്പിതിരെ പിന്നെ നമ്മുടെ പന്നീർസെൽവം ഇന്ന് പുലർച്ചെ അദ്ദേഹം ശശികല ഇന്നലെ പാതിരാത്രി 2 മണിക്ക് നടത്തിയ പ്രസ്താവനയുണ്ട്. ആ ട്രഷറർ സ്ഥാനത്ത് നിന്ന് പന്നീർസെൽവത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷേ പന്നീർസെൽവം ഇന്ന് പുലർച്ചെ നടത്തിയ ഒരു പ്രസ്താവന എന്താണെന്നറിയോ? അത് ഏറ്റവും കൗതുകം. അദ്ദേഹം അതിനെ പുച്ഛിച്ചു തള്ളി. പന്നീർസെൽവം പറ്റിയൊക്കെ ശശികലയെ പോലെയുള്ള ഒരു ഗുണ്ടാ നേതാവിന്റെ വാക്കുകളെ പുച്ഛിച്ചു തള്ളണമെങ്കിൽ ആ മനുഷ്യന്റെ പിന്നിൽ എത്രയോ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. അതും സാധു എന്ന പരിവേഷത്തിലുള്ള പന്നീർസെൽവം ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശശികലയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവേശനത്തിനുള്ള അന്ത്യം കുറിച്ചിരിക്കുന്നു. ശശികല ഞാൻ നേരത്തെ അവരെക്കുറിച്ച് പറഞ്ഞത് ആവർത്തിക്കട്ടെ. ശശികല ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ജനത കൊടുത്തിരിക്കുന്ന അംഗീകാരം ജയലളിതയ്ക്കാണ്, അല്ലാണ്ട് ജയലളിതയുടെ വീട്ടുകാരിക്കല്ല. ഈ വീട്ടുകാരി നാളെ ഈ വേലക്കാരി നാളെ വീട്ടുകാരിയാകാനുള്ള എല്ലാ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തമിഴ്നാട്ടിലെ ജനത ചുവടെ വെട്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രബുദ്ധമായ ജനതയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. തമിഴ്നാട്ടിലെ ഇന്ന് വരെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നവരിൽ 2 തവണ പിന്നെ ഇതിന് ക്ഷമിക്കണം 3 തവണ ഇതിനു മുമ്പ് പിന്നെ താൽക്കാലിക മുഖ്യമന്ത്രിയായ പദത്തിലിരിക്കുന്ന പന്നീർസെൽവം ഒഴിച്ചാൽ തമിഴ്നാട്ടിൽ അധികായരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നത്. MGR, ഈ ജയലളിത, പിന്നെ കരുണാനിധി, ഇവരെ പോലെയുള്ള ജനസമ്മതിയുള്ള നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിലെത്തിയിരിക്കുന്ന തമിഴ്നാട്ടിൽ ഈ പറയുന്ന ശശികലയെ പോലെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ തമിഴ് ജനത അംഗീകരിക്കത്തില്ല. തമിഴ്നാട്ടിൽ ഇപ്പോഴാണ്, പണ്ട് നമ്മൾ കൈരളി ചാനലിൽ ചർച്ച ചെയ്തിരുന്നു, പിന്നെ ജയലളിത പിന്നെ മരണം പുറത്തു വന്നാൽ പിന്നെ അത് കലാപം ഉണ്ടാവുന്നു. പക്ഷെ എന്നാൽ ശശികലയെ നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിന്റെ എന്തായാലും അക്കങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. 22 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒപ്പം 235 അംഗ നിയമസഭയിൽ 135 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിലെ കക്ഷിനില AIDMK 134, DMK 89, കോൺഗ്രസ് 8. അങ്ങനെയാണെങ്കിൽ 89+22 111 അംഗങ്ങൾ ഉറപ്പിക്കാൻ പന്നീർസെൽവത്തിന് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിയുമെന്നുള്ളതാണ്. ഈ അയോഗ്യതയുടെ പ്രശ്നങ്ങൾ, സാങ്കേതികതകൾ മറികടക്കാൻ 90 MLA-മാർ മതിയാകും എന്നുള്ളതും ശ്രദ്ധേയമാണ്. തമിഴ്നാട്ടിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ. അണ്ണാ DMK MLA-മാരുടെ നിർണായക യോഗം അല്പസമയത്തിനകം. 22 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച പന്നീർസെൽവം. നിലവിൽ ശശികലയെ പിന്തുണയ്ക്കുന്നത് 112 പേർ മാത്രമാണ്. അതേസമയം ഗവർണർ ചെന്നൈയിൽ എത്തുന്നത് വീണ്ടും നീളുകയാണ്. തമിഴ്നാട്ടിലെങ്ങും ശശികലയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ്. DMK നേതാവ് സ്റ്റാലിൻ അല്പസമയത്തിനകം രാഷ്ട്രപതിയെയും രാജ്നാഥ് സിംഗിനെയും കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗവർണറെ മുൻനിർത്തി BJP രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ വരും മണിക്കൂറുകളിൽ സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഹസനുൽ ബെന്നയിലേക്ക് ദില്ലിയിൽ അദ്ദേഹം ചേരുന്നുണ്ട്. ഹസനുൽ ബെന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണക്കുകളുടെ ഒരു കണക്കെടുപ്പ് എന്ന് തന്നെ പറയാം എങ്ങനെയാകും നമുക്ക് ഇപ്പോൾ നടത്താനാവുക? കാരണം 89 അംഗങ്ങൾ DMK-ക്കുണ്ട്, കോൺഗ്രസിന് 8. അദ്ദേഹം 40 അവകാശപ്പെട്ടിരുന്നതെങ്കിലും 22 പേരുടെ പിന്തുണയുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് പന്നീർസെൽവത്തിന്.
ഈ കണക്കിൽ നിന്ന് നിലവിലുള്ള ശശികലയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ മറിച്ചിടാനുള്ള ഒരു ശക്തി പന്നീർശെൽവത്തിനുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ്. അവരോടൊപ്പം നിൽക്കുന്ന 22 MLA-മാരുടെ ഭാവി എന്തെന്നുള്ളത് ഒരു വിഷയമല്ല. കാരണം ഇത്രയും നിർണായകമായ ഒരു മുഹൂർത്തത്തിൽ പന്നീർശെൽവത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച 22 MLA-മാർ ഒരുപക്ഷെ അവരുടെ MLA സ്ഥാനത്യാഗം ചെയ്യാനും തയ്യാറായിക്കൊണ്ടായിരിക്കും ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അപ്പോൾ 1/3 അംഗങ്ങളുടെ 134-ൽ 1/3 പേരുടെ 1/3 പേരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇവർ പുറത്തേക്ക് പോകേണ്ടി വരും. അതായത് നിയമസഭ സാമാജികരല്ലാത്ത ഒരു സാഹചര്യം സംജാതമാകും. അതേസമയം 134-ൽ നിന്ന് 22 പോയി അത് ഈ പക്ഷത്തേക്ക് നിന്നാൽ തീർച്ചയായും DMK-യും കോൺഗ്രസും ഇതിനകം തന്നെ അവർ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പന്നീർശെൽവമാണ് വരേണ്ടതെന്നല്ല, ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന സമീപനമാണ് ശശികലയിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ശശികലയെ പിന്തുണയ്ക്കില്ലെന്നും ആ അർത്ഥത്തിൽ പന്നീർശെൽവത്തെയാണ് പിന്തുണയ്ക്കുകയെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായി. ചിദംബരം ഇന്നലെ വ്യക്തമായി, തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് P. ചിദംബരം ഇക്കാര്യത്തെ അപലപിക്കുകയുണ്ടായി ശശികലയുടെ നീക്കത്തെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ശശികലയുടെ രാഷ്ട്രീയമായ ഭാവി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അവകാശവാദം ശരിയാണെങ്കിൽ 22 പേർ പന്നീർശെൽവത്തോടൊപ്പം ഉണ്ടെങ്കിൽ ശശികലയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. സ്വാഭാവികമായും 1/3 പേരില്ലെങ്കിൽ ഇവർ നിയമസഭാ സാമാജികരല്ലാതാകുമോ, കൂറുമാറ്റ നിയമത്തിന് കീഴിൽ വരുമോ എന്നുള്ളൊരു വിഷയം കിടക്കുന്നുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണമായ സാഹചര്യത്തിന് ശേഷം ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ താങ്കൾ നിരന്തരം സൂചിപ്പിക്കുന്നുണ്ട് രാഷ്ട്രപതിയെ സ്റ്റാലിൻ കാണുന്നുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകളാണെന്ന് തോന്നുന്നു. പക്ഷേ ഡൽഹിയിൽ ഇതുവരെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് സ്റ്റാലിന് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തതായിട്ട് ഇതുവരെ വിവരമില്ല. ഒരു രാവിലെ വരെ അത്തരത്തിലുള്ളൊരു വിവരം രാഷ്ട്രപതി ഭവനിൽ നിന്നില്ല. അതിൽ ഒരു വിഷയം കൂടിയുണ്ട്. കാരണം സ്റ്റാലിൻ ഈ കാര്യത്തിൽ നേരിട്ടിറങ്ങി കളിക്കുമോ എന്നുള്ളത് പക്വതയുള്ളൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അത് ചെയ്യില്ല എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം ഇക്കാര്യത്തിൽ DMK-ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് DMK-യെ പരിചയാക്കി തനിക്കെതിരെ വരുന്ന ശരങ്ങളെ തടുക്കാൻ ശശികല ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്റ്റാലിൻ രാഷ്ട്രപതിയെ കാണുകയും ഇതിൽ ഇറങ്ങി കളിക്കുകയും ചെയ്താൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴല്ലെങ്കിൽ അടുത്ത 4 വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെ മോശമായി ബാധിക്കുമെന്ന് സ്റ്റാലിൻ അറിയാം. അത് DMK-ക്കും രാഷ്ട്രീയമായി ഒരു ക്ഷീണമായിരിക്കും. അതുകൊണ്ട് സ്റ്റാലിൻ രാഷ്ട്രപതിയെ കാണുമോ ഒരു കാര്യം ഇക്കാര്യത്തിൽ പക്ഷേ BJP ഒരു അപ്ഡേഷൻ ഇക്കാര്യത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. നിലവിലെ കക്ഷിനില AIADMK 134 ആണല്ലോ ഉള്ളത്. ഈ ശശികല ഇപ്പോൾ അവകാശപ്പെടുന്നത് 130 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസയോഗ്യമായി പരിഗണിക്കാമോ? കാരണം പിന്നെ 4 ആണല്ലോ ഉള്ളത്. അദ്ദേഹം 22 ആയിരുന്നു അവകാശപ്പെടുന്നത്. ഇപ്പോൾ 130 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് ശശികല പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത്, ഇന്നലെ വൈകുന്നേരത്തിൽ നിന്ന് ക്രമാനുഗതമായി സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ശശികല പറഞ്ഞത് 134 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ്. ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ അവർ മാധ്യമപ്രവർത്തകർ, ഒരിക്കലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമുക്കറിയാം മാധ്യമപ്രവർത്തകരെ ഞങ്ങളുടെ മനു എം നായർ ഇതിന്റെ മറ്റു വിവരങ്ങൾ കൂടി നൽകും. മനു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? 10 മണിയോടുകൂടി നിർണായകമായ നിയമസഭാ കക്ഷി യോഗം ചേരുമെന്ന് പറഞ്ഞിരുന്നു. പോയസ് ഗാർഡനിൽ MLA-മാരുടെ യോഗം ചേരുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ 22 പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് പനീർസെൽവം അവകാശപ്പെട്ടത്. എന്നാൽ ശശികല പറയുന്നത് 130 പേരുടെ പിന്തുണ അവർക്കുണ്ട് എന്നാണ്. ആകെ AIADMK-ക്ക് 134 MLA-മാരാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും അരുൺ, ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും കാര്യങ്ങൾ മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലവിൽ പനീർശെൽവം ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ശശികലയ്ക്ക് പിന്തുണയുമായി 130 MLA-മാർ അവരുടെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയിക്കാനുള്ളത്. അവർക്ക് 134 MLA-മാരാണുള്ളത്. അതിൽ 130 പേർ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് ശശികലയെ പിന്തുണച്ച് എത്തിയിരിക്കുന്നു. വെറും 3 പേർ മാത്രമാണ് പനീർശെൽവത്തിനെ പിന്തുണച്ച് എത്തിയിരിക്കുന്നത്. ഒരു നിമിഷം, ചില നിർണായകമായ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് മീറ്റിംഗിന് ശേഷം. As far as Honorable Chinnamma is concerned. Okay. ഇപ്പോൾ മീറ്റിംഗിന് ശേഷം ചില MLA-മാർ പുറത്തേക്ക് വരുന്നു. അവരുടേതായി വരുന്ന പ്രതികരണം എന്ന് വേണം ഇതിനെ കരുതാൻ. കാരണം പെട്ടെന്ന് വരുന്ന വാർത്തകളായതുകൊണ്ട് തന്നെ
தவறான ஒரு பின்பம் காண்பிக்கப்படாமல் மைக்க விட்டுருங்க எல்லாரும் சேர்த்து தவறான பின்பமெல்லாம் கிடையாது. இது வந்து புரட்சி தலைவி அம்மாவிற்கு அடுத்து புரட்சி தலைவி அம்மாவோடு 33 ஆண்டு காலங்கள் சோதனையிலும் வேதனையிலும் சாதனையோடு இருந்த நம்ம மரியாதைக்குரிய சின்னம்மா அவர்கள் இந்த கழகத்தினுடைய தொண்டர்களையும் மக்களையும் காப்பாற்ற வேண்டியது இருக்கு. மக்களுடைய அனைவருடைய தொண்டருடைய எதிர்பார்ப்பு. அப்படி அந்த எதிர்பார்ப்பை தொண்டருடைய விருப்பத்தின் பேரில் அனைத்து சட்டமன்ற உறுப்பினர்களும் ஒன்று கூடி தமிழகத்தின் முதலமைச்சராக வர வேண்டும் என்று ஒருங்கிணைந்து அவர்களுடைய திருமணம் நிறைவேற்றினார்கள். இப்போ இருக்கிற பன்னீர்செல்வம் அன்று புரட்சி தலைவி அம்மாவுடன் நடித்து பார்த்தார். சினிமாவுடன் யாரும் நடிக்க முடியாது. உண்மை வந்து வெளிவிட்டது. ജയലളിതയുടെ മരണം അന്വേഷിക്കാൻ പനീർസെൽവം ഉത്തരവിടുമെന്ന വലിയ വാർത്ത കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പനീർസെൽവം ഉത്തരവിടുമെന്ന വാർത്ത കൂടി ലഭിക്കുന്നു. புரட்சி தலைவி சின்னம்மாவுடைய மக்களுக்கு செய்யும் பணியையும் கட்சிக்கு செய்யும் பணியும் இதே மக்கள் அனைவரும் இப்ப யாராரு வெளியில போனாங்களோ யாராரு சினிமா பத்தி அவங்களுக்கெல்லாம் பாராட்டுற அளவுக்கு அவங்களுடைய செயல்பாடு இருக்கும். ஆனா ஒண்ணும் கிடையாது. அவர் அதெல்லாம் கிடையாது. இது முழுக்க முழுக்க புரட்சி தலைவி அம்மாவுக்கும் சின்னம்மாவுக்கும் அம்மாவுக்கு அடுத்து புரட்சி தலைவி அம்மாவுக்கு பிறகு அவருடைய வாரிசு சின்னம்மாங்கிறதுனாலதான் எல்லாரும் இருக்கிறாங்க. அவர் மட்டும் தனியா போயிருக்கிறார். அவருடைய மரியாதை உண்மையிலே ஒரு மரியாதை அவர் கெடுத்துக்கிட்டார். தேவையில்லை. ஏன்னா அன்னைக்கு அவரை உட்கார வச்சுதான் சின்னம்மா சொல்றாங்க இந்த மாதிரி முக்கியமான சோதனையான கட்டத்துல என்ன இருக்க சொன்னாங்க அப்படின்னு சொன்னது. அவர் அன்னைக்கு என்ன செஞ்சாரு? சின்னம்மா வந்து அவர் உட்கார வச்சு பேசும்போது அன்றைக்கு என்ன பண்ணாரு? இப்ப ஸ்டாலினும் மற்ற எதிர்கட்சிக்காரங்களுடைய தூண்டுதலின் பேரில் அந்த வலையில் சிக்கிக்கிட்டார். அதனால உண்மை. என் பேர் MP முருகையா பாண்டியன். ஒன்றிய செயலராக இருந்தேன். இப்ப ஆவின் சேர்மனா இருக்கிறேன். விருதுநகர் மாவட்டம் ராஜபாளையம். ஆமா, முக்கியமான அம்மாவே எழுத்து ஒரு வேலை பார்த்தவர் போடியில. நாங்கெல்லாம் சேவலுக்கு வேலை செய்யும் போது இவர் வந்து சேவலவே ஆமா சேவல் சின்னத்தில் வந்து பேடியில் போட்டியிடும் போது ஆமா மிஸ்டர் OPS ஐயா வந்து அப்பயே புரட்சி தலைவர் அம்மாவை எதிர்த்து சேவலை வந்து கட் பண்ணி தலைகீழா அவர் கடை முன்னாடி தொங்க விட்டவர் தான். அப்படியாப்பட்ட துரோகிக்கு തമിഴ്നാട് ഗവർണർ വീണ്ടും നിയമ ഉപദേശം തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പനീർസെൽവം ഉത്തരവിടും എന്ന വാർത്ത കൂടിയാണ് ലഭിക്കുന്നത്. ഒപ്പം പനീർസെൽവം രാജി പിൻവലിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത്തരത്തിലുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 1 മാസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കും എന്നാണ് അദ്ദേഹം ഗവർണറെ കണ്ട് അവകാശപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മനു, ഇവിടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വന്ന MLA-മാരുടേതായിട്ടുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്. ഈ കണ്ടവരെല്ലാം ചിന്നമ്മയെ, അതായത് ശശികലയെ പ്രകീർത്തിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് കണ്ടത്. പതിറ്റാണ്ടുകളായി ജയലളിതയ്ക്കൊപ്പം നിന്ന ചിന്നമ്മയ്ക്കൊപ്പം തന്നെയാണ് തങ്ങൾ എന്ന കാര്യം OPS-നെ തള്ളി പറയുന്ന കാഴ്ച. അതായത് 134 MLA-മാരാണ് AIADMK-ക്കുള്ളത്. 130 പേരുടെ പിന്തുണ ശശികലയ്ക്കുണ്ട് എന്നവർ അവകാശപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ 4 പേർ മാത്രമാണ് OPS-നൊപ്പം ഉള്ളത്. അദ്ദേഹം ഒറ്റപ്പെടുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം പനീർസെൽവം ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 130 MLA-മാരാണ് പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി ശശികലയ്ക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. അവരുടെ യോഗം ചേർന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. 33 വർഷം അമ്മയോടൊപ്പം കഴിഞ്ഞ ആളാണ് ശശികല ചിന്നമ്മ. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യമെന്നാണ് അവർ പറയുന്നത്. പനീർസെൽവം DMK-യുടെ വലകയിൽ കുടുങ്ങിയിരിക്കുന്നു, സ്റ്റാലിൻ വിരിച്ച വലയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നായിരുന്നു MLA-മാരുടെ പ്രതികരണമായി നമ്മൾ കണ്ടത്. വെറും 3 MLA-മാർ മാത്രമാണ് പനീർസെൽവത്തിന് പിന്തുണയുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. അമ്പത്തൂർ MLA അലക്സാണ്ടർ, ഒപ്പം തന്നെ ചോഴവന്താൻ MLA മാണിക്യം, കോയമ്പത്തൂർ കൗണ്ടപാളയം MLA ആറുകുട്ടി എന്നിവർ മാത്രമാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഗവർണർ ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും നിയമോപദേശം തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് ഈ വിധത്തിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് 2 പേരോടും ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടും. അതായത് സഭയിലല്ല, 2 പേരോടും അവരെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ കത്ത് രാജ്ഭവനിൽ ഹാജരാക്കാനോ ആ രീതിയിൽ ആവശ്യപ്പെടാനാണ് അദ്ദേഹത്തിന് നിലവിൽ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിരിക്കുന്നത് പനീർസെൽവത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടികളാണ്. അതായത് അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമ്പോൾ വെറും 10% വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ഞാൻ ഇന്നലെ നടത്തിയത്. അതിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലുകൾ ഇന്നുണ്ടായിരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുമെന്ന്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അമ്മയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുമെന്ന് പനീർസെൽവം പറഞ്ഞിരിക്കുന്നു. ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ 91-96 കാലഘട്ടത്തിൽ എങ്ങനെയാണ് അനധികൃത സ്വത്ത് സമ്പാദിച്ചത്, ആ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, മന്നാർഗുഡി മാഫിയയുടെ കൂടുതൽ വിവരങ്ങൾ, തനിക്ക് അറിയാവുന്ന പൂർണ്ണമായ കാര്യങ്ങൾ
ഇതൊക്കെ ജനങ്ങളിലേക്ക് താൻ എത്തിക്കുമെന്നാണ് പനീർസെൽവം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തമിഴക രാഷ്ട്രീയം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടക്കുകയാണ് അരുൺ. ഇന്നലത്തെ സാഹചര്യങ്ങളിൽ ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായി മാറി പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ വരെ 22 എം എൽ എമാരുടെ പിന്തുണ ഉറപ്പിച്ച പനീർസെൽവത്തിന് പക്ഷേ ഇപ്പോൾ അടിതെറ്റിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ശശികല കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശശികല ഒരു മാസത്തിന് ശശികല താൻ മുഖ്യമന്ത്രിയായി നിയമസഭാ കക്ഷി യോഗ നേതാവായി വീണ്ടും അവരെ തെരഞ്ഞെടുക്കും ഇപ്പോൾ ചേരുന്ന എം എൽ എമാരുടെ യോഗം എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഗവർണർക്ക് അവരെ ക്ഷണിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം രണ്ടുപേരും ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥിതിക്ക് രണ്ടുപേരിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടാം എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അരുൺ.